ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഞാൻ കഴിഞ്ഞ സൺഡേയിലെടുത്ത വീഡിയോ കേട്ടോ. ഇന്നലെയല്ല, കഴിഞ്ഞ സൺഡേയിലെടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഇത് അപ്ലോഡ് ചെയ്ത് എത്തിക്കാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇന്ന് നല്ല മഞ്ഞുള്ളൊരു ദിവസമാണ്. രാവിലെ തന്നെ നല്ല സൂപ്പർ മഞ്ഞാണ്. വണ്ടികൾ ഒക്കെ നമ്മൾ അടുത്തെത്തുന്ന സമയത്താണ് തൊട്ട് ഫ്രണ്ടിൽ വണ്ടികൾ ഉണ്ടെന്ന് തന്നെ അറിയുന്നുള്ളൂ. വഴിയൊന്നും ഒട്ടും തന്നെ ക്ലിയർ അല്ല. നല്ല സൂപ്പർ മഞ്ഞായിരുന്നു, തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിൻ്റർ ക്ലോത്ത്സ് ഒന്നും ഇല്ലാതെ ഒട്ടും യാത്ര ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ വഴിയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ആക്സിഡൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെയാണ് സംഭവിക്കുക കൂടുതൽ. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇതേ പള്ളി എത്താറായി. അപ്പോൾ ഇനി കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. ഇന്ന് നല്ല സൂപ്പർ മഞ്ഞും തണുപ്പുമായിരുന്നു. ഞങ്ങളോടത്ത് തണുപ്പൊക്കെ പോയിരുന്നു, പക്ഷേ നേരെ തിരിച്ചാണ്. തണുപ്പ് എനിക്ക് തന്നെ വീണ്ടും വരാണെന്ന് തോന്നുന്നു. നല്ല മഞ്ഞുണ്ടായിരുന്നു. വീഡിയോയിൽ കണ്ടില്ലേ, റോഡൊന്നും കാണാൻ പറ്റാത്ത മാതിരി, അടുത്ത് തന്നെയുള്ള വണ്ടികൾ പോലും കാണാൻ പറ്റാത്ത മാതിരി അത്രയും മഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴേക്കും ഒരു സമയമായി, 10-11 മണിയൊക്കെ ആയി. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, രാവിലെ ജസ്റ്റ് ബ്രെഡ് ഓംലെറ്റ് കഴിച്ച് പോയായിരുന്നു. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. ഞാൻ പക്ഷേ അപ്പത്തിന് വേണ്ടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉച്ചക്കലത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലത്തെ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. അപ്പോൾ ചോറും അപ്പവും കൂടെ ആണെങ്കിൽ ചിക്കൻ കറി ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ രാത്രിയും കഴിച്ചു. പിന്നെ ബാക്കിയുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഫ്രിഡ്ജിനകത്ത് ഇപ്പം എടുത്തുകൊണ്ട് വന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഉറച്ചിരിക്കുകയാണ്. നമുക്ക് കഴിക്കേണ്ട സമയമാകുമ്പോൾ എയർ ഫ്രയറിൽ വെച്ച് ഒന്ന് ചൂടാക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, സ്റ്റീലിൻ്റെ വെസ്സിൽ എയർ ഫ്രയറിൽ വെക്കാൻ പറ്റുമെന്ന്. സ്റ്റീലിൻ്റെ വെസ്സിലൊക്കെ നമുക്ക് എയർ ഫ്രയറിൽ വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ ഇപ്പോൾ ഇതിങ്ങനെ എൻ്റെ അടുപ്പ് മാറ്റിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്തിരി നേരം കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലപോലെ ചൂടാക്കി കിട്ടും. അപ്പോൾ ഞാൻ അപ്പത്തിന് അരച്ച് വെച്ചത് മാവൊക്കെ നല്ലപോലെ പുളിച്ചിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ തവ അടുപ്പത്ത് വയ്ക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ പാൻ എവിടെ നിന്ന് ചേച്ചി വാങ്ങിയെന്ന്. ഇത് ശരിക്കും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. ആമസോണിൽ ഇപ്പോൾ കുറേ നാളായി വാങ്ങിച്ചിട്ട് 1100 സംതിങ് അങ്ങോട്ടായിരുന്നു ഇതിന്. എത്രയെന്ന് എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല. നോൺ സ്റ്റിക്കിൻ്റെയാണ്, നല്ല പാനാണ്, എനിക്കിഷ്ടമാണ്. ഇനിയിപ്പോൾ എന്നിതിൻ്റെ കോട്ടിങ് പോകുന്നൊന്നും അറിയില്ല. ഞാൻ മാക്സിമം കൈ കൊണ്ട് തന്നെ ഇത്തിരി നമ്മുടെ വാഷ് ചെയ്യുന്ന ലിക്വിഡ് ഇത്തിരി ഇതുമേ ഒഴിച്ച് കൈ കൊണ്ട് തന്നെയാണ് കൂടുതലും വാഷ് ചെയ്യാറ്. അല്ലാണ്ട് ബ്രഷോ അല്ലെങ്കിൽ സ്റ്റീൽ വൂളോ ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് മാത്രം ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് സൈഡിലൊക്കെ ചെറിയൊരു ബ്ലാക്ക് കളറൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് മൈൻഡ് ആക്കാറില്ല. കാരണം നമ്മൾ എവിടെയെങ്കിലും കോട്ടിങ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വേഗം വേഗം വിട്ടുപോയി വേഗം ചീത്തയാവും. അപ്പോൾ അതുകൊണ്ട് ഇന്നുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല, നല്ല പാനാണ്. പിന്നെ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നല്ല പോലെ ഇവിടെ പുളിച്ച് പൊന്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ എല്ലാ പ്രാവശ്യം പറയാറുള്ള പോലെ തന്നെ ഇത് ഞാൻ തേങ്ങാവെള്ളം ഉപയോഗിച്ച് അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവാട്ട്. ഇതിനകത്ത് ഈസ്റ്റ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ എപ്പോഴും ഞാൻ അപ്പം ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ ചെറിയൊരു ടിഫിനിൽ കുറച്ച് മാവ് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല എളുപ്പമായിരിക്കും പുളിച്ച് കിട്ടാനായിട്ട്. കണ്ടോ, നല്ലപോലെ വീർത്ത് പുളിച്ച് കിടക്കുന്നുണ്ടോ, ആ ഒരു പുളിമണമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു കുറച്ച് മാവെടുത്ത് മാറ്റി വെച്ചാൽ അടുത്ത പ്രാവശ്യം നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും അപ്പം. ഇത് നമ്മൾ ഫ്രിഡ്ജിലായിട്ട് വയ്ക്കുന്നത്. ഫ്രിഡ്ജിൽ നമുക്കത് ഒരാഴ്ച വരെ സുഖമായിട്ട് സൂക്ഷിക്കാം, ഒരു കുഴപ്പമില്ല. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് പുളിക്കും ചിലപ്പോൾ. ഞാനിത് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓടി വരാം. ഇന്നിപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കുന്ന ചട്ടി എടുത്തിട്ടില്ല. ഇതുമ്പോൾ തന്നെ ചെറിയ ചെറിയ അപ്പങ്ങളായിട്ട് 3-4 സ്ഥലത്തായിട്ട് കോരി കഴിക്കണമെങ്കിൽ വേഗം ഉണ്ടാക്കാം. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട്, ഇന്ന് സൺഡേ ആണ്. അപ്പോൾ പള്ളിയിലൊക്കെ പോയി വന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇത്രയും രാവിലെ നല്ല തണുപ്പും ഷോപ്പുകളൊക്കെ വൈകി തുറക്കുള്ളൂ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടൊന്ന് കടയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ജോലികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം കടയിൽ പോകാനായിട്ട്. ഞാൻ ദേ പള്ളിയിൽ നിന്ന് വന്നപ്പോഴേക്കും ബീൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് കഴുകി ക്ലീനാക്കി അതിൻ്റെ ജെട്ടി വാലെല്ലാം കളഞ്ഞ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് നാളത്തേക്ക് ഉപ്പേരി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇപ്പോൾ കറണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ കറണ്ട് വരണമെങ്കിൽ എനിക്കത് നമ്മുടെ ചോപ്പറിലിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ എളുപ്പം പണി കഴിഞ്ഞു. ഇതിൻ്റെ ഒപ്പം ക്യാരറ്റും കൂടി ഇടാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റും കൂടി ഇട്ടുണ്ടാക്കണമെങ്കിൽ
അടിപൊളി സബ്ജിയായി. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് നാരങ്ങ തൊണ്ടാണ് കേട്ടോ, നാരങ്ങ തൊലി, നിങ്ങളെന്താ പറയാന്നറിയില്ല, ഞാൻ നാരങ്ങ തൊണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതായത് നാരങ്ങയുടെ ജ്യൂസൊക്കെ പിഴിഞ്ഞെടുത്ത് ഐസ് ക്യൂബ് ആക്കി ഞാൻ എടുത്ത് സ്റ്റോർ ചെയ്യാറുണ്ട്. നമ്മൾ മുൻപും ഫ്രണ്ട്സ് വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഇത് ഓറഞ്ച് കളറിലുള്ള ഈ ഒരു നാരങ്ങ അത് ഞങ്ങളുടെ സ്കൂളിലുള്ള ഒരു ടീച്ചർ കൊണ്ടുവന്ന് തരാറുള്ളത്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അപ്പോൾ ആ നാരങ്ങ കുറച്ച് കിട്ടിയായിരുന്നു. പിന്നെ നമ്മുടെ ചെറുനാരങ്ങ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിഴിഞ്ഞ് ജ്യൂസൊക്കെ എടുത്ത് മാറ്റി വെച്ച് ബാക്കിയുള്ള തൊണ്ട് കളയണ്ടാന്ന് വിചാരിച്ച് ഇതുകൊണ്ടൊരു അച്ചാറിടാന്ന് വെച്ച് ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇന്ന് മാർക്കറ്റിൽ പോകുമ്പോൾ സമയം പറ്റിയ കുറച്ച് നാരങ്ങ വാങ്ങിച്ച്, ചെറുനാരങ്ങ വാങ്ങി അത് സെപ്പറേറ്റ് അച്ചാറിടണമെന്ന് വിചാരിക്കുന്നു. ഇത് ജസ്റ്റ് തൊലി മാത്രമാണ്, തൊണ്ട് മാത്രം. അപ്പോൾ അതേ നമ്മുടെ അപ്പത്തിൻ്റെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക, നമുക്ക് കോരി ഒഴിക്കാം. ഇതുണ്ടോ അപ്പത്തിൻ്റെ മാവ് നമ്മൾ മാറ്റിയെങ്കിലും കുറച്ച് പതിയായിട്ടിരിക്കുന്നതുണ്ടോ, ഹോൾസ് ആയിട്ട്. ഇതിപ്പോൾ നമ്മൾ മറിച്ചിടാൻ വരുമ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ വുഡൻ സ്പാച്ചുല അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ അങ്ങനത്തെയൊക്കെ സ്പാച്ചുല കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അതാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് മറിച്ചിടാൻ പറ്റില്ല. ഇതാണെങ്കിൽ കുഴപ്പമില്ല. ഇതുകൊണ്ട് എനിക്ക് വേഗം, പക്ഷെ നമ്മൾ സൂക്ഷിച്ചെടുക്കണം എന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ആൾ സൂക്ഷിച്ച് ചെയ്യുക. അത് വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതുമേ ഉണ്ടാക്കുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ടാലല്ലേ നമുക്ക് മറ്റേ വശം കൂടെ വെന്ത് കിട്ടുള്ളൂ. പക്ഷെ നല്ല സോഫ്റ്റ് അപ്പായി കിട്ടും കേട്ടോ. ഈ അപ്പം നമ്മൾ നാളെ എടുത്ത് കഴിച്ചാലും ഇതേ സോഫ്റ്റ്നെസ് ഉണ്ടാവും. അതേ നമ്മുടെ അപ്പം കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് എടുത്ത് കാസറോളിലേക്ക് ഇടാം. കണ്ടോ, എളുപ്പത്തിൽ കുക്കായി കിട്ടും. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റ് അപ്പ. ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല സൂപ്പറാണ്. ചിക്കൻ കറി, സ്റ്റൂ കറി. നമ്മൾ നിമിഷ നേരം കൊണ്ട് 5 അപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ ഇതുവേണം സ്ഥിരം ദോശ, അപ്പം ഒക്കെ ഉണ്ടാക്കുന്ന. ചിലപ്പോൾ സൈഡ് മുരിഞ്ഞ് അപ്പമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ അപ്പത്തിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത് വേണം എനിക്ക് കൂടുതലും ഇഷ്ടം. ഇത് വേണമെങ്കിൽ വേഗം ജോലി കഴിയുമല്ലോ, 5 ഒരുമിച്ച് ഉണ്ടാക്കാമല്ലോ. നല്ല അടിപൊളി അപ്പം കേട്ടോ, മറിച്ചിട്ടാലും ഇതേപോലെ തന്നെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാസറോൾ നിറച്ച് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. അത് വിതിൻ മിനിറ്റ്സ് ആണ് കേട്ടോ, പെട്ടെന്ന് കഴിയും നമ്മുടെ ആ പാനിൽ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് ഉണ്ടാക്കി ഞാൻ ഇനി നീക്കി വെച്ചു. ഇത്രയും നേരം വരെ വെയിറ്റ് ചെയ്തു കറണ്ട് വരുമെന്ന് വിചാരിച്ചു. പക്ഷെ കറണ്ട് വരുന്ന ഒരു ലക്ഷണവുമില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ നമുക്ക് പാനിൽ തന്നെ ചൂടാക്കി എടുക്കാം. കറണ്ടിനെ നമ്മളെപ്പോഴും ആശ്രയിച്ചാൽ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ അടുപ്പത്ത് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോറുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഞാൻ നമ്മുടെ ആവി കയറ്റുന്ന സ്റ്റീമറിലേക്ക് ചോറിനെ ഇട്ടിട്ടുണ്ട്. ഇത് ഇന്നലത്തെ റൈസായിട്ട് ഇന്നലെ രാത്രി ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് നമ്മളിവിടെ ചൂടാവാനായിട്ട് ഇവിടെ വെക്കണം. ഞാൻ നമ്മുടെ കറി വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചൊഴിക്കുന്നുണ്ട്. ഈ ഫ്ലാസ്ക് എൻ്റെ അനിയത്തി കൊണ്ടുവന്ന ഫ്ലാസ്ക്കാണ് കേട്ടോ. വർഷങ്ങൾക്ക് മുൻപ്, എത്ര വർഷമായിട്ട്? 20 വർഷം, 25 വർഷം അല്ലേ? അത്രയ്ക്ക്. കല്യാണം കഴിഞ്ഞ വർഷം കൊണ്ടുവന്നതാണോ? അല്ല, എൻ്റെ പിന്നത്തെ വർഷം കൊണ്ടുവന്നതാണ്. 24 വർഷമായി ഈ ഫ്ലാസ്ക്. ഒരു കുഴപ്പം വന്നിട്ടില്ല ഇപ്പോഴും. നാളത്തെ കാര്യം എനിക്കറിയില്ല. എന്തായാലും ഇന്ന് വരെ ഒരു കുഴപ്പം വന്നിട്ടില്ല. അടിപൊളി ഫ്ലാസ്ക്. ഇത് സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. സൗദിയിൽ അനിയത്തി വർക്ക് ചെയ്തായിരുന്നു നേഴ്സായിട്ട് കുറച്ച് വർഷം. അപ്പോൾ അവിടെ നിന്ന് ഒരിക്കൽ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാ വർഷവും വിൻ്ററിൽ ഇതെടുത്ത് സ്ഥിരം ഉപയോഗിക്കണ ഐറ്റം. എല്ലാ വർഷവും അത് നല്ല ചൂട് നിൽക്കും ഇതിനകത്ത്. ഇന്നലെ ഉണ്ടാക്കി വെച്ച വെള്ളത്തിന് ഇന്ന് വരെ ചൂടുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ പറയാറുണ്ട് അത് അനിയത്തിയോട്, ഇപ്പോഴും ചൂട് നിൽക്കുന്നു. അനിയത്തിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും ചൂട് നിൽക്കുമെന്ന് ചോദിച്ചു. ഇത്രയും നാളുമായിട്ട് അത് കേടായില്ലേന്ന് ചോദിച്ചു. ചൂട് നിൽക്കുമെന്നല്ല, ഇത്രയും നാളായിട്ടും ഫ്ലാസ്ക് കേടായില്ലേന്ന് ചോദിച്ചു. കാര്യം നമ്മൾ അങ്ങനത്തെ റഫ് യൂസ് ഒന്നും ചെയ്യുന്നില്ല, ആവശ്യത്തിന് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ അങ്ങനെ കൊച്ചുകുട്ടികളൊന്നും ഇല്ലല്ലോ. നമ്മുടെ കൈ തട്ടിയൊക്കെ അബദ്ധത്തിൽ താഴെ വീഴ പൊട്ടൊക്കെ ചെയ്താൽ എനിക്കറിയില്ല.
അല്ലാണ്ടൊന്നും ഓരോ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നാളത്തേക്കുള്ള തോരന് കരുതിയാണ്. ഇനിയിപ്പോൾ ഒന്ന് വൈകുന്നേരത്തിന് എനിക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു കുറച്ച് കോളിഫ്ലവർ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളത് ഗ്രീൻ പീസ് ഇങ്ങനെ വിൻ്ററിൽ സ്റ്റോർ ചെയ്താണ്ടല്ലോ, ഞാനിങ്ങനെ ചെറിയ ചെറിയ കുപ്പികളിലോ അല്ലെങ്കിൽ നമ്മുടെ സിപ്ലോക്ക് കവറുകളിലൊക്കെ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ എന്താ ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ടൊന്ന് വെച്ചപ്പിക്കുന്ന ആദ്യമേ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ പുറത്തേക്ക് ആയി തുടങ്ങി. അപ്പോൾ ഇതെനിക്ക് ഇന്ന് യൂസ് ചെയ്യേണ്ടതാണ്. ഇന്ന് വൈകുന്നേരത്തിന് ഒരു ഉപ്പേരി ഉണ്ടാക്കാം. കോളിഫ്ലവറും ബീൻസും പിന്നെ നമ്മുടെ പൊട്ടറ്റോയും കൂടെ ഇട്ടിട്ട് അടിപൊളി. വേണമെങ്കിൽ ക്യാരറ്റ് ഇടാം, അപ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടെ ഇന്നിപ്പോൾ അധികം കുക്കിംഗ് ജോലികളില്ലാത്തതുകൊണ്ട് ഒരുപാട് വെസൽസൊന്നും ഇല്ല. അപ്പോൾ ഉള്ളത് ഞാൻ എന്തായാലും വേഗം അവിടെ കഴുകി വെച്ചേക്കാം. കാരണം കടയിൽ പോകേണ്ടതാണ്. Take me back to when we were kids and didn't care if we were acting stupid, 'cause all we had was us. If I close കിച്ചണിൽ നിന്നപ്പോൾ അങ്ങനെ ചേട്ടനോട് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കേട്ടോ. ഓരോരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതാണ് ഞങ്ങൾ. സ്കൂളിലെ വിശേഷങ്ങളും കുട്ടികളുടെ വിശേഷങ്ങളും ഒക്കെ ഓരോന്ന് പറഞ്ഞ് കുട്ടികൾ പറയുന്ന ഓരോ തമാശകളും ഒക്കെ ഓർത്ത് അങ്ങനെ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നാ. നമ്മുടെ ചോറ് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചോറിനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഞങ്ങളുടെ UP റൈസ് കേട്ടോ അത്. ഇപ്പോൾ ചോറും ചൂടായി, അപ്പം റെഡിയായി, കറി റെഡിയായി. സത്യം പറഞ്ഞാൽ തോരൻ വയ്ക്കാൻ നേരം കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ വയ്ക്കായിരുന്നു. ആർക്കും ഒരു തോരനും വേണ്ട. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തോരൻ വയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് നമുക്ക് പിടുക്കാം ഉച്ചക്കാലത്തേക്ക്. തോരനോട് ഇപ്പോൾ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ചിക്കൻ കറി ഉള്ളതുകൊണ്ടാണ് വലിയ നോട്ടമില്ല. ഇതും അപ്പം മാത്രമായാലും മതി എന്ന് പറഞ്ഞു, ചോറ് തന്നെ വേണമെന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ പിന്നെ തോരൻ ഉണ്ടാക്കണ്ടെന്ന് വെച്ചു. പിന്നെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട്, അച്ചാറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇന്ന് വന്നിട്ട് എനിക്ക് ഇനി നാരങ്ങ അച്ചാറിടണം. ഒത്തിരി ജോലികളുണ്ട്. പിന്നെ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്ത് ഞാൻ ചേട്ടൻ അവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതാ ചേട്ടനെ കൊണ്ട് വെളുത്തുള്ളി നന്നാക്കിപ്പിച്ചു. ഈ ജോലികളൊക്കെയല്ലോ ചേട്ടന് കൊടുക്കാൻ പറ്റിയ ജോലികൾ. കുറച്ച് ഇഞ്ചി, അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി റെഡി, പിക്കിളിനുള്ള ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ ചേട്ടൻ്റെ കയ്യിൽ. അപ്പോൾ ഇങ്ങനെ ക്ലീനാക്കി കിട്ടി ഞങ്ങൾക്ക് പിറ്റേ ദിവസം സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകേണ്ട കറികൾക്കും തോരനും ഒക്കെ നമുക്ക് വെളുത്തുള്ളിയാണല്ലോ. വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ സമയം കിട്ടിയില്ല. അപ്പോൾ ഇത്രയും ക്ലീനാക്കി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ വെക്കണം. ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. പിന്നെ ഇപ്പോൾ കുറച്ച് നേരമൊക്കെ ഇപ്പോൾ പുറത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇവിടെ വിൻ്റർ സീസണാണ്. ഫ്രിഡ്ജിലെ പോലത്തെ അത്രയും തണുപ്പ് അങ്ങോട്ട് ഇല്ലെങ്കിലും പുറത്തും തണുപ്പൊക്കെ തന്നെയാണ്. അപ്പോൾ അതേ ഞങ്ങളുടെ ചിക്കൻ കറിയൊക്കെ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. പിന്നെ അതാ റൈസും ഇതാ നല്ലപോലെ ആവി വറക്കുന്നു. അപ്പോൾ ഞാനിത് ഓഫാക്കിട്ടോ. പിന്നെ കറി ആയാലും ഇതാ ഓഫാക്കണം. പിന്നെ നമ്മുടെ അപ്പം ഇതാ അങ്ങനെ ഇവിടെ റെഡി. ഈ അപ്പം കാണുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞാൽ പിന്നെ ചോറിൻ്റെ ആവശ്യമില്ല, അപ്പവും ചിക്കൻ കറി മാത്രം മതി, അടിപൊളി. അപ്പോൾ ഞങ്ങളിനി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് വേണം കടയിൽ പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. വീണ്ടും ഞാൻ എന്താ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. കറണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ വേഗം ഇതും നമ്മുടെ ബീൻസും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ നമ്മൾ ചോപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഷോപ്പിംഗ് കാര്യങ്ങൾക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വരുന്ന സമയത്ത് കറണ്ട് ഇല്ലെങ്കിൽ അപ്പോൾ അപ്പോഴും മടിയായിട്ട് നമ്മളിതെല്ലാം കട്ട് ചെയ്യാൻ നിൽക്കണം. ചോപ്പറിലാണെങ്കിൽ വേഗത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഇതൊന്ന് പീൽ ചെയ്തെടുക്കട്ടെ. പ്ലേറ്റ്സുകളൊന്നും വാഷ് ചെയ്തിട്ടില്ല, എല്ലാം ബേസനിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ പിന്നെ കറണ്ട് വന്നപ്പോൾ പിന്നെ വേഗം ചെയ്യാമെന്ന് വെച്ചു. ഞങ്ങൾക്ക് ഈ ഒരു സീസണിലാണ് ഇത്രയും ഇങ്ങനെ റെഡ് കളറിലുള്ള ക്യാരറ്റ് കിട്ടാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഓറഞ്ച് കളറിലുള്ള ക്യാരറ്റ് നമുക്ക് കുറച്ചും കൂടെ സമ്മറിലേക്ക് ആയിക്കഴിഞ്ഞാൽ അതേ കിട്ടുള്ളൂ. നമുക്ക് വിൻ്റർ സീസണിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ സ്റ്റോർ ചെയ്തൊക്കെ വയ്ക്കാൻ പറ്റുന്നവരും അറിയുന്നവരും അങ്ങനത്തെയൊക്കെ സൗകര്യമുള്ളവരൊക്കെ അങ്ങനെ സ്റ്റോർ ചെയ്തൊക്കെ വയ്ക്കും. അപ്പോൾ സമ്മറിൽ നമുക്ക് ഇത് ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് റെഡ് കളറിൽ യൂസ് ചെയ്യാൻ പറ്റും. ഞാനും കുറച്ച് സ്റ്റോർ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. ചില വർഷങ്ങളിലൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ, എപ്പോഴൊന്നും ചെയ്യാറില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ഫ്രിഡ്ജ് വലുതുണ്ട്, വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. ഫ്രഷ് ആയിട്ടുള്ള നല്ല ക്യാരറ്റ് കിട്ടുമ്പോൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്താൽ അടിപൊളിയായിരിക്കും. നല്ല സൂപ്പർ ബ്ലേഡ് കേട്ടോ. എവിടെയെങ്കിലും കഴിയുമ്പോൾ കൊണ്ടുകഴിഞ്ഞാൽ കഴിയും. നമുക്കിതിനെ കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ചോപ്പറിൻ്റെ ജോലി എളുപ്പമായി. ഞാനിത് മീറ്റ് ചോപ്പർ എന്നും പറഞ്ഞാണ് ഓൺലൈനിൽ വാങ്ങിയത്.
വെജിറ്റബിൾ ചോപ്പർ എന്നും പറഞ്ഞതല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഹെവി ഡ്യൂട്ടീസൊക്കെ ചെയ്തോളും, നല്ലതാണ്. നമ്മൾ മീറ്റ് ചോപ്പർ എന്നും പറഞ്ഞ് വാങ്ങിച്ചിട്ട് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് 4 കൊല്ലമായി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെക്കാം. നല്ല പൊടിയായി കിട്ടിയിരിക്കുന്നുണ്ട്. നമുക്ക് ഇത്രയ്ക്ക് പൊടിയാക്കണമെങ്കിൽ കുറച്ച് അടിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും പൊടിയാക്കി എടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. വേഗത്തിൽ ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ കുക്കായി. പിന്നെ ഇത്തിരി നമ്മൾ തേങ്ങയും പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി സബ്ജിയായി. സബ്ജി എന്ന് പറയുന്നത് ഹിന്ദിയിലാട്ടോ, സോറി, അടിപൊളി തോരനായി. ഇതിലേക്ക് ക്യാരറ്റിനെ മാറ്റിയിട്ട് ഇതേപോലെ തന്നെ ബീൻസും കൂടി ഇട്ട് കൊടുക്കും. ഇത് ഞാൻ ബീൻസ് കഴുകി ഞെട്ടിമാലൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ക്യാരറ്റ് കഴിഞ്ഞു. പിന്നെ ഞാനിത് വാഷ് ചെയ്തിട്ടൊന്നുമില്ല. ഇതിലേക്ക് തന്നെ ബീൻസ് ഇടണം. ഇത് നമ്മൾ ഒന്നും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതേമാതിരി എളുപ്പം പണി കഴിഞ്ഞു. ഇതിനകത്തൊരു അമരപ്പയറും പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ ബീൻസ് മുഴുവൻ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ചിലപ്പോൾ ഇതേപോലെ പൊടിയായിട്ടൊക്കെ കിട്ടാറുണ്ട്, അപ്പോൾ കുക്കിംഗ് ഈസി ആയിരിക്കും. ചിലപ്പോൾ ഞാൻ അത്രയ്ക്ക് പൊടിയാക്കാറില്ല. ഒരുവിധമായിട്ടുണ്ട്. ഇത്രയും മതിയെന്ന് തോന്നുന്നു. ഇനി നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. ഇത്രയും വെച്ച് ഞാൻ നിർത്തണം, ഓഫാക്കിയിട്ടില്ല. ഈ രീതിയിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടെ കറക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പൊടി പോലെയോ, അത്രയും വേണ്ട. അങ്ങോട്ട് പൊടിഞ്ഞു പോകില്ലേ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ നീക്കി വയ്ക്കാം. ഇപ്പം ഞാൻ എന്തായാലും പകർത്തണില്ല, കാരണം വന്നിട്ട് വൈകുന്നേരം അതിന് തോരനുണ്ടാക്കുള്ളൂ. ഇപ്പം ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോകണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അടച്ച് വെച്ച് ബ്ലേഡ് മാത്രമേ ഇത് മാറ്റി ഒന്ന് കഴുകി വയ്ക്കുന്നുണ്ട്. ബ്ലേഡോടെ ഇരുന്നാൽ പ്രശ്നം. ചിലപ്പോൾ ഞാൻ തന്നെയോ അറിയാണ്ട് പോയി കൈ അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. ഇതോടെ ഇരിക്കട്ടെ, നമുക്ക് വന്നിട്ട് പിക്കിളുണ്ടാക്കണം. അങ്ങനെ ഒത്തിരി ജോലികളുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകണം. അപ്പോൾ വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല, ജസ്റ്റ് കിച്ചണിലേക്ക് വേണ്ട ഐറ്റംസ് കാര്യങ്ങൾ എല്ലാ സൺഡേയിലും ഞങ്ങൾ വാങ്ങി സ്റ്റോർ ചെയ്യാറുണ്ട്. 1 വീക്കിനുള്ളതെല്ലാം സെറ്റാക്കി വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ 1 വീക്ക് പുറത്തേക്ക് പോകുന്ന ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ അതിനായിട്ട് പോകണം. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇല്ലാത്തത് കുറവുള്ളത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നോക്കി വാങ്ങണം. അതുപോലെ കുറച്ച് ഗ്രോസറി ഐറ്റംസ് അങ്ങനത്തെയൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയൊരു കമൻറ്റൊക്കെ ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾക്ക് എന്നെ എൻകറേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.